ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലാട്ടോ. അപ്പോൾ അവിടെ നിൽക്കണ നിത്യകല്യാണിയുടെ പൂവാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അതിൻ്റെ തന്നെ വെള്ളയും വയലറ്റും ഒക്കെ ഉണ്ടിട്ട് ഇതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ടായി. ഇപ്പോൾ മുകളിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, താഴെ വേറൊരു കളറും കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അരി ചാടിയിട്ട് ഇങ്ങനെ തൈകൾ മുളച്ച് കിട്ടും. ഇപ്പോൾ തന്നെ ഇവിടെ വേറെ തൈകളൊക്കെ മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാനൊരു മുരിങ്ങ നട്ടിട്ടുണ്ടല്ലോ ഒരു പെയിൻറ്റിങ് ബക്കറ്റിൽ. അപ്പോൾ അതിന് വെള്ളം പോകാനിട്ട ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ പുതിയ തൈകൾ മുളച്ചിരിക്കണ കേട്ടോ കാണുന്നത്. ഞാനെന്തായാലും പറിച്ചെടുക്കണില്ല, വേനലല്ലേ, അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മുരിങ്ങയിലും നിറയെ പൂവൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പുണ്ടായ പൂവ് നമ്മൾ പൊട്ടിച്ചെടുത്തായിരുന്നല്ലോ. പിന്നെ വേറെ അവിടെ ഇവിടെയൊക്കെ പൂത്ത് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇല നന്നായിട്ട് കൊഴിഞ്ഞ് അടിക്കാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ടെറസിൽ. ഇനി അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഈ പൂവിൻ്റെ പേര് ചില സമയത്ത് എൻ്റെ വായിൽ പെട്ടെന്ന് വരും, പെട്ടെന്ന് മറന്നു പോട്ടെ, അടീനിയം. അപ്പോൾ അടീനിയത്തിൽ നിറയെ പൂവുണ്ടായിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചായിരുന്നു. അതിന് കാറ്റത്തെങ്ങാൻ പറന്ന് പോയെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യണതാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് എപ്പോഴാണ് മൂത്ത് പൊട്ടണേന്ന് പറയാനും പറ്റില്ല കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കണുണ്ട്. അങ്ങനെ അതിനെയൊക്കെ ഒന്ന് നോക്കി. ഇപ്പം അതിനകത്ത് വേറെ മുട്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു കളറാണ്, ഡബിൾ കളറായിട്ടുള്ളതാണ്. അങ്ങനെ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇതിപ്പോൾ 10 മണിയുടെ അപ്പുറത്ത് കുറേ ഉണ്ടല്ലോ, ഇത് മാത്രം ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നനയ്ക്കാനായിട്ട് കയറിയതാട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. രാത്രി മഴ ചാറിയിട്ടും കാര്യമില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും വെയിലാണ്, ഭയങ്കര വെയിലും നല്ല ചൂടുമാണ്. ആ വെയിലിന് പെട്ടെന്ന് ഉണങ്ങിപ്പോയി, ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ. അങ്ങനെ അതിനെയൊക്കെ ഒന്ന് നനച്ചിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയത്. പിന്നെ ഇന്ന് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്കാണ്. അപ്പോൾ പാവയ്ക്ക വറുത്തരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടി, ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേപ്പില, അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് വറുത്തുകൊണ്ടിരിക്കണതാണ്. ഇനി അത് ചൂടാറുമ്പോഴത്തേനും പാവയ്ക്ക കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് പാവയ്ക്കയിലേക്ക്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി പിന്നെ കല്ലുപ്പും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഈ പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് മണവും ഒരു കുത്തൊക്കെ ഈ ഉലുവാപ്പൊടി ഇട്ടിട്ട് വേവിക്കുമ്പോൾ അത് മാറി കിട്ടും കേട്ടോ. പിന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് വെന്ത് വരുമ്പോൾ. അങ്ങനെ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട്. അപ്പോഴത്തേനും അരപ്പ് അരച്ചിട്ട് വരാം. കഷ്ണങ്ങൾ വേകുമ്പോൾ അരപ്പ് കൂട്ടി കൊടുത്താൽ മതി. പിന്നെ താളിച്ചും കൂടി ഒഴിച്ചാൽ കറി റെഡിയാവും. പിന്നെ ഇതിനിടയ്ക്ക് മീൻ വാങ്ങിയിട്ടുണ്ടായിട്ട്, അപ്പോൾ അതും ഞാനിവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ ഇവിടെ പറയുന്നത് ബ്രാലെന്നാട്ടോ അതിന്. അപ്പോൾ അതാണ്. അപ്പോൾ അത് അവിടെ ഞാൻ ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ജോലികളും ഉണ്ട് കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവായപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ റേഡിയോയിലൊരു കഥ കേട്ടു കേട്ടോ. കഥയല്ല, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തിനെ പറ്റിയിട്ടാട്ടോ. അപ്പോൾ അതെനിക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ബ്രിട്ടീഷുകാരുടെ കാലത്തെ രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു യുവാവിനെ കാരണമില്ലാതെ, അന്നൊക്കെ അങ്ങനെയാണല്ലോ, കൊണ്ടുപോയിട്ട് ഒരു ബ്രിട്ടീഷുകാരൻ വെറുതെ എന്തോ ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് ഇയാളെ കുറ്റക്കാരനാക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരൻ കൈയൊങ്ങി. അപ്പോൾ ഇയാൾ ചെയ്യാത്ത കുറ്റത്തിന് ഇയാളുടെ മേലിൽ കുറ്റം ആരോപിച്ചപ്പോൾ അയാൾക്കത് സഹിച്ചില്ല. ആ ബ്രിട്ടീഷുകാരൻ്റെ കരണത്ത് ഇയാൾ അടിച്ചു കേട്ടോ. അപ്പോൾ അത് ആ ബ്രിട്ടീഷുകാരന് ഭയങ്കര നാണക്കേടായി. അപ്പോൾ വേഗം തന്നെ അയാളുടെ മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഈ യുവാവിനെ ഇപ്പം തന്നെ തൂക്കിക്കൊല്ലു, അങ്ങനെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണം. കാരണം ഇവൻ അടിച്ചത് എൻ്റെ കാരണത്തല്ല, അങ്ങയുടെ കാരണത്താണ്. നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെയും രാജ്ഞിയുടെയും ഒക്കെ മുഖത്ത് കരിവാരി തേക്കാണ് ചെയ്തത്. അത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ എൻ്റെ മുഖത്തടിച്ചപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ, ഇയാളുടെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു, വേണ്ട, നീ അവനൊരു 1000 പണം സമ്മാനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ ഈ ഉദ്യോഗസ്ഥന് ഒന്നുകൂടി കലിയായിട്ട്. അപ്പോൾ എൻ്റെ കരണത്തെ അടിച്ച ആൾക്ക് ഞാനിനി ക്ഷമയും പറഞ്ഞിട്ട് 1000 രൂപയും കൂടി കൊടുക്കാൻ പറയുമ്പോൾ, അന്നൊക്കെ 1000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാനും കൂടി പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അങ്ങനെ ഇയാൾ ഉദ്യോഗസ്ഥൻ്റെ ഇതെൻ്റെ ഓർഡറാണെന്ന് പറഞ്ഞതോടുകൂടി കൊടുത്തു വിട്ടു. ക്ഷമയും പറഞ്ഞിട്ട് പൈസയും കൊടുത്തു. അന്ന് 1000 രൂപയ്ക്ക് നല്ല മൂല്യമുണ്ടല്ലോ. ഈ ബുദ്ധിമാനായിട്ടുള്ള ഈ യുവാവ് അത് വെച്ചിട്ട് നല്ലൊരു ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല ഒരു പണക്കാരനായിട്ട് മാറി. അപ്പോൾ ഇയാളുടെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞു,
ഇപ്പോൾ ആ യുവാവിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ അയാൾ നല്ല പണക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ യുവാവിനെ വിളിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നീ തിരിച്ചൊരടി കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനിനി അയാളെ പോയി അടിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അത് മോശമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല നീ പോയി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇത്തവണ അയാൾ പോയിട്ട് ആളുകളുടെ മുമ്പിൽ ഇയാളെ വിളിച്ചു കൂട്ടിയിട്ട് അയാളുടെ മുഖത്തിന് നല്ലൊരു അടി വെച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ അയാൾ ഒന്നും മിണ്ടാതെ തന്നെ ആ അടി കൊണ്ടു. അപ്പോൾ ആ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു അന്ന് അയാൾ ആ അടി നിനക്ക് തിരിച്ചു തന്നത് അയാൾക്ക് ആത്മാഭിമാനം ഉണ്ടായിരുന്നു, അഭിമാനത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യായിരുന്നു. അന്ന് അയാൾക്ക് അഭിമാനം മാത്രമേ ഉണ്ടായുള്ളൂ, സമ്പത്ത് ഉണ്ടായില്ല. ഇന്ന് അയാൾക്ക് സമ്പത്തുണ്ട്, അപ്പോൾ അഭിമാനം പോയി. അപ്പോൾ ആ സമ്പത്ത് പോവാതിരിക്കാൻ അയാൾ എന്തും ചെയ്യും, അതാണ് നീ ഇപ്പോൾ കണ്ട മാറ്റം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഷെയർ ചെയ്തതാണ്.